ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പ് അത് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ. അതുകൊണ്ട് തന്നെ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ്. ധാരാളം തക്കാളിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ വീഡിയോ. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തക്കാളി വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വാങ്ങി ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ ഇതുപോലെ കുറച്ച് കൂടുതൽ തക്കാളി ഞാൻ വാങ്ങിയിട്ടുണ്ട്. 2.5 കിലോ തക്കാളിയാണ് വാങ്ങിയത്. അതിലൊരു 2 കിലോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സോസ് ഉണ്ടാക്കാനായിട്ട്. വില കുറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ തക്കാളി ഇനി നല്ലതുപോലെ കഴുകി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ആറായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ അതിൻ്റെ ആ സൈഡിലുള്ള ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ആറായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സോസിൽ കെമിക്കൽസൊക്കെ ധാരാളം ചേരുന്നുണ്ട്, അത് ചീത്തയാവാതിരിക്കാനായിട്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തായതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും തന്നെ ഇത് ചീത്തയാകാതിരിക്കാനും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര കഴിച്ചാലും കുഴപ്പമില്ല. വീട്ടിലൊക്കെ നമ്മൾ ഈവനിങ് സ്നാക്സൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എന്തായാലും പരിപ്പ് വടയാണെങ്കിലും അതുപോലെ സമോസയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കൂട്ടിയാണല്ലോ കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ കൂടുതൽ കഴിക്കും. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നത്. 2 കിലോയും കൊണ്ട് 2 കുപ്പി സോസേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം എന്താ നല്ലതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 6ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിത് നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഉരുളിയാകുമ്പോൾ അടിയിലൊന്നും പിടിക്കില്ല, അതിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഉരുളിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ടാവും ഇത്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3-4 പീസ് കറുകപ്പട്ട കൂടി എടുത്തു വയ്ക്കാം. നമ്മുടെ തക്കാളി ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഇൻഗ്രീഡിയൻസില്ലേ, കറുകപ്പട്ടയും ഗ്രാമ്പും വെളുത്തുള്ളിയും, ഇതെല്ലാം അതിനകത്തേക്ക് ഈ വെളുത്തുള്ളി ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം ഒന്ന് പൊടിച്ചങ്ങിട്ടാൽ മതി, കാരണം ഇത് എടുത്ത് മാറ്റാനുള്ളതാണ് വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഇളക്കിയ ശേഷം മൂടി വെച്ച് കൊടുക്കാം. ആ കറുകപ്പട്ടയും ഗ്രാമ്പും ഒക്കെ അതിനകത്ത് തന്നെ കിടന്ന് അതിനകത്തേക്ക് അതിൻ്റെ ആ ഗ്രേവിയിലേക്ക് ഇറങ്ങിക്കോളൂട്ടോ എല്ലാം. അത് കഴിഞ്ഞ് നമുക്ക് എടുത്ത് മാറ്റാനുള്ളത്. അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ അതെല്ലാം നല്ലതുപോലെ വെന്ത് വരണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് മൂടി വെച്ചും ഇളക്കിയും എല്ലാം ഒന്ന് വേവിച്ചെടുക്കാം. നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന കറുകപ്പട്ടയും അതുപോലെ ഗ്രാമ്പുവും നമുക്ക് എടുത്തു മാറ്റാം. പിന്നെ ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം അതിനകത്ത് വെളുത്തുള്ളിയും ഇട്ട് അരച്ചാൽ മതി കേട്ടോ. അത് ആ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് വെളുത്തുള്ളിയും ഇതുപോലെ പെറുക്കി മാറ്റാം. അപ്പോൾ ഈ ഒരു കറുകപ്പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു സത്ത് ഈ ഒരു ചാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രേവി എല്ലാം നമുക്ക് കിട്ടും. അതങ്ങ് പൊടിഞ്ഞ് ചേരേണ്ടതെന്ന് മാത്രം. അപ്പോൾ അതെല്ലാം നമുക്ക് പെറുക്കി മാറ്റി വെച്ചിട്ട് വേണം ഇനി മിക്സിയിൽ ഇത് നല്ലതുപോലെ അടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇതാ നല്ല പേസ്റ്റ് പോലെ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ, നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഇതുപോലത്തെ ഒരു അരിപ്പയിൽ നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറി കിട്ടും. അത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവി മാത്രമാണ് നമുക്ക് കിട്ടുക. ഇത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ചാറെല്ലാം നല്ല താഴേക്ക് വന്നിട്ട് ആ ജ്യൂസ് മാത്രം നമുക്ക് കിട്ടും. ഈ ഒരു പിശിട് അത് നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞെരടി അതിൻ്റെ ആ ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാം. എന്ത് കളറാന്ന് നോക്കി, ഇപ്പോൾ കണ്ട സോസ് പോലെ ഉണ്ടല്ലേ, പക്ഷേ ആയിട്ടില്ല. ഇനി ഇത് തിളപ്പിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യാനുണ്ട് മധുരത്തിനൊക്കെ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഏകദേശം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് മധുരം അത്ര ഇഷ്ടമല്ലാത്തവർക്ക് മധുരം കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒരു ചെറിയ പുളിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ലൊരു എരിവൊക്കെ ഒരു സ്പൈസി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി ഇവിടെ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സ്പൈസി ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
ഇനി ഇതിലേക്ക് 1-2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു സ്പൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ഇതിലേക്ക് നല്ലതുപോലെ അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗവിലേക്ക് വീണ്ടും വയ്ക്കാം. ഇനി ഇത് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അടുത്ത ടാസ്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സോസിൻ്റെ പരുവല്ലേ, ആ സോസിൻ്റെ പരുവമാകുന്നത് വരെ ചുവടിൽ പിടിക്കാതെ, അത് അടിയിലൊന്നും പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം എന്താ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ആ സോസ് നമ്മൾ വാങ്ങുന്ന ആ ഒരു പാകമല്ലേ, ആ ഒരു പാകമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതിപ്പോൾ നല്ല ആ സോസിൻ്റെ കളറായിട്ടുണ്ട്. ചിലർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാനിവിടെ ഒന്നും ചേർത്തിട്ടില്ല കളറിന് വേണ്ടി. ഇതൊരു നാച്ചുറൽ കളറാണ്. അപ്പോൾ എരിവ്, മുളക്, അതുപോലെ പഞ്ചസാര ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത്. വറ്റി കഴിയുമ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. ഇത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുപ്പിയിലേക്ക് ഒഴിക്കാമുള്ളൂ. പിന്നെ കുപ്പി എടുക്കുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. നല്ല ചില്ല് കുപ്പിയിൽ വേണം ഒഴിച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചില്ല് കുപ്പിയിലൊക്കെ ഒഴിച്ചു വെച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലെ സോസ് തീരും കേട്ടോ. ഇതാണ് നമ്മുടെ സോസിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോസായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് കുറേ അങ്ങ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് സോസ് വാങ്ങേണ്ട ഒരാവശ്യമില്ല. കറക്റ്റ് പുറത്തുനിന്ന് സോസ് വാങ്ങുന്ന അതേ ടേസ്റ്റാണ്. ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായി. നമുക്കിത് കുറേ നാൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ചീത്തയാവാതെ ഇരുന്നോളും. വേറെ ഒന്നും തന്നെ പ്രിസർവേറ്റീവ്സ് നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ സോസ് റെഡി ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അയച്ചാൽ മതി, ഞാൻ അതിനുള്ള മറുപടി തരാം കേട്ടോ. ഇതുപോലെ നമ്മുടെ ചാനലിൽ നിറയെ റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ അത് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജ്വൽ ബേബി സൈനിങ് ഓഫ്. ബൈ.